കഴിഞ്ഞ ദിവസം നമ്മൾ ടോപ്പിന് ലെങ്ത് കുറവുള്ള ഒരു ടോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കിൻ്റെ വീഡിയോ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കട്ടിങ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ നമ്മുടെ നെക്കൊന്ന് ലൈനിങ് ഒക്കെ വെച്ചൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. മെയിൻ ക്ലോത്ത് നെക്ക് മാത്രമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അതിൽ സ്ലീവ് പ്ലസ് നമ്മുടെ ഷോൾഡർ വരാത്ത പോർഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ നെക്കൊന്ന് അടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണുവാണെന്നുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എനിവേ വേണ്ട ഇതെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ നെക്ക് പോർഷനെല്ലാം. അത് കഴിഞ്ഞിട്ട് സ്ലീവിൻ്റെ ആദ്യം ഒരു സൈഡ് മാത്രമാണ് പേൾപ്പിന് വെച്ച് കുത്തിയിട്ടുള്ള ആ ഒരു സൈഡ് അടിച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഞാൻ മടക്കിയാണ് അടിക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി നമ്മൾ കട്ടിങ്ങിൻ്റെ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് മടക്കി ഒന്ന് അടിക്കുന്നുണ്ട്. അതിനുശേഷം മെയിനായിട്ട് നമുക്കിനി ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് നമ്മുടെ ഈ ഒരു സ്ലീവിന് വേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു കട്ട് പീസ് വെച്ച് കൊടുക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പിൻ്റെ, അതായത് ഫ്രണ്ട് പോർഷൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ നിന്ന് എന്നിട്ട് നമ്മുടെ 3.5 ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത് നെക്കിന്. ആ വിട്ടൊന്ന് രണ്ട് സൈഡിലോട്ടുമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. സെൻറ്റർ പോർഷനിൽ നിന്ന് രണ്ട് സൈഡിലോട്ട് 3.5 ഇഞ്ച് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്കിൻ്റെ ആ 3.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ അങ്ങോട്ടുള്ള 4.5 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ സ്ലീവിന് വേണ്ടി എടുത്തിരിക്കുന്ന ആ ഒരു പീസിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് ഞാനിപ്പോൾ 5.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്യാൻ നേരത്തെ 5 ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തായിരുന്നു നെക്ക് കട്ട് ചെയ്ത്. ഞാനിപ്പോൾ 5.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് 6.5 ഇഞ്ചിന് നെക്കിന് ഇറക്കം വരണം. അതിനുവേണ്ടി ഞാൻ 5.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിൻറ്റും നമ്മുടെ ഈ സ്ലീവിന് വേണ്ടി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു തുണിയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻറ്റും തമ്മിലൊന്ന് കറക്റ്റായിട്ടൊന്ന് ഇതുപോലൊന്ന് വെച്ച് പേൾപ്പിനൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെയുള്ള ബാക്ക് സൈഡ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ഈ ഒരു മാർക്കിങ്ങിൽ കൂടെ തന്നെ ചെയ്യുക. അതിനുശേഷം ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോയ്ക്കകത്ത് ഞാൻ നല്ല ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് നമുക്ക് പറയാവുന്നതിൻ്റെ മാക്സിമം അല്ല പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ അത് ഒന്ന് കയറി ഒന്ന് കണ്ടു നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതൊന്ന് സ്റ്റിച്ച് കൂടെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക. അതായത് നമ്മൾ നെക്കിൻ്റെ അവിടെ സെപ്പറേറ്റ് ഒരു കട്ട് പീസ് വെക്കുന്നതിലും ബെറ്റർ ആണോ അല്ലയോ എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞ ഒരു തരി സ്ലീവും കൂടെ വരുന്നുണ്ട്. ആ ഒരു ലെവലിലാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഈ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.